എല്ലാവർക്കും എൻ്റെ ഹരേകൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോടും അതുപോലെ തന്നെ അവരുടെ കൂടെ ഇപ്പോഴുള്ള ഒരു തേർഡ് പാർട്ടിയോടുമുള്ള ഫീലിങ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അവരുടെ നിലവിലത്തെ വികാരമാണ് നിങ്ങളോടും അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടിയോടും ഇപ്പോഴുള്ള അവരുടെ നിലവിലത്തെ വികാരമാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. എൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെയൊക്കെ ജീവിതാനുഭവങ്ങളുടെ ഒരു കൂടിച്ചേരലുകളാണ് എൻ്റെ ജനറൽ റീഡിങ്ങിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യവും റെസനേറ്റ് ആവണമെന്നും ഇല്ലാന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അതുപോലെ തന്നെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിക്ക്, അതായത് നിങ്ങളോടും ആ ഒരു തേർഡ് പാർട്ടിയോടും ഉള്ള ആ ഒരു നിലവിലത്തെ അവരുടെ ഒരു ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങളോടും ആ ഒരു തേർഡ് പാർട്ടിയോടും അവർക്ക് നിലവിൽ എന്താണ് ഉള്ളൊരു ഫീലിങ്സ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് നോക്കാൻ പോകുന്നത് നിങ്ങളോട് ഉള്ള ഫീലിങ്സിനെ പറ്റിയാണ് ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത്. ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു പേഴ്സൻ്റെ മുഖം വ്യക്തമായി മനസ്സിൽ കണ്ടതിന് ശേഷം പ്രാർത്ഥിച്ച് ഒരു കാർഡ് എടുക്കുക കേട്ടോ. തീർച്ചയായിട്ടും അങ്ങനെയാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് കുറച്ച് കാർഡ് എടുക്കാം. വാവ്, നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങളോട് പാസ്റ്റ് ലൈഫിൽ ചെയ്തു പോയ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഭൂതകാലത്ത് നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളിൽ ആ ഒരു വ്യക്തിക്ക് പശ്ചാത്താപമുള്ളതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഒരു സംയമനം പാലിക്കേണ്ടതായിരുന്നു, നിങ്ങളെ മനസ്സിലാക്കേണ്ടതായിരുന്നു. എൻ്റെ എടുത്തുചാട്ടം കൊണ്ടാണ് എനിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതെന്നുള്ളൊരു ചിന്ത അവരിൽ ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു കാർഡുകളാണ് വന്നത്. അതുപോലെ തന്നെ അവർ നിങ്ങളെ ഒട്ടും മനസ്സിലാക്കാതെ പോയെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ഇവിടെ ഒരു സ്ലോവിങ് ഡൗൺ എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അവർ ഈ ഒരു കാര്യത്തിൽ ഫസ്റ്റ് കാർഡ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോവിങ് ഡൗൺ കാർഡാണ്. ബോട്ടം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീലിംഗ് കാർഡുമാണ്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഒരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട് ചില കാര്യങ്ങളിൽ. അതായത് ഇവിടെ ഒരു സ്ലോവിങ് ഡൗൺ കാർഡ് വന്നതുകൊണ്ട് തന്നെ അവരൊരു തിടുക്കം കാണിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെ അവർ പെട്ടെന്ന് ഒഴിവാക്കി, അതായത് നിങ്ങളെ അവർ മനസ്സിലാക്കിയില്ല എന്നാണ് അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിക്ക് ഒരു കുറ്റബോധമുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ അവരൊട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെ അവർ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹിക്കുന്ന ഒരു പ്രാധാന്യം തന്നില്ല. നിങ്ങളെ അവർ മനസ്സിലാക്കിയില്ല, നിങ്ങളെ അവർ വിലമതിച്ചില്ല, നിങ്ങളെ അവർ പല രീതിയിലും എന്ത് ചെയ്തു, അതായത് നിങ്ങളുടെ കാര്യത്തിൽ അവരൊരു പെട്ടെന്നൊരു തീരുമാനമെടുത്തു, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാതെ പോയി. ഇതിപ്പം ഞാൻ എഡിറ്റ് ചെയ്തല്ല പറയുന്നത്, പല ടാറോട്ട് റീഡേഴ്സും എഡിറ്റ് ചെയ്താണ് പറയുന്നത്. പക്ഷെ നമുക്കങ്ങനെ എഡിറ്റ് ചെയ്ത് പറയേണ്ട. ആ ഒരു കാര്യം വന്ന കാർഡുകളെ അനലൈസ് ചെയ്താണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ കാര്യത്തിൽ ആ ഒരു വ്യക്തി ഒരു തിടുക്കം കാണിച്ചു, അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. കുറച്ചും കൂടെ ഒരു സമയം ഞാൻ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു സമയം കൂടാണ്. അതുപോലെ
ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു തിരിച്ചറിവുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ റീബർത്ത് സംഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആഴത്തിൽ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ഒരു സെൽഫ് റിയലൈസേഷൻ വരുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു യാഥാർത്ഥ്യം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു സമയം. അതായത് ഞാനൊരു എടുത്തുചാട്ടം കാണിച്ചു, തിടുക്കം കാണിച്ചു, എനിക്ക് കുറച്ചും കൂടെ ക്ഷമ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു കുറേ സ്നേഹമൊന്നും കാണിക്കാത്ത ഒരു വ്യക്തിയായിരുന്നായിരിക്കണം. അവരുടെ വികാരങ്ങളൊന്നും അവർ കാണിച്ചു കാണില്ല. അതുപോലെ തന്നെ അവർക്ക് അതിലൊരു കുറ്റബോധമുള്ളതായിട്ടാണ് ഇപ്പോൾ ഒരു സ്ലോവിങ് ഡൗൺ കാർഡ് പറയുന്നത്. അതായത് അവരെ എടുത്തു ചാടി ഈ ഒരു തീരുമാനം എടുത്തതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട് അവർക്ക്. അതായത് പാസ്റ്റ് ലൈഫ് കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പാഠങ്ങൾ ഈ ഒരു വ്യക്തി പഠിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്ന് അവർ ചില പാഠങ്ങൾ പഠിച്ചതായിട്ട് കാണുന്നുണ്ട്. അതാണ് എനിക്ക് ഈ ഒരു പാസ്റ്റ് ലൈഫ് കാർഡിലൂടെ പറയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴത്തെ ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്ന് അവർ ചില പാഠങ്ങൾ ഉൾക്കൊണ്ടു എന്നാണ് എനിക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കുറ്റബോധമുള്ളതായിട്ട് കാണുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെട്ടതോർത്ത് ആ ഒരു വ്യക്തിക്കൊരു വിഷമമുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു തിരിച്ചറിവ് വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ആ ഒരു വ്യക്തിക്ക് നല്ല കുറ്റബോധമുണ്ട്. ഒരു മാറി ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ സംഭവിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഒട്ടും നിലനിൽക്കുന്നതില്ല. കാര്യം അവർക്ക് പല വ്യക്തികളുമായിട്ട് ബന്ധമുണ്ടാകാം. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലർട്ടിങ് എനർജി ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അങ്ങനെ ഇപ്പം ആകുമ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി അതൊരു ഭർത്താവാകാം, ഭാര്യയാകാം, കാമുകനാകാം, കാമുകിയാകാം, ആരായാലും അവർക്ക് പല ബന്ധങ്ങളും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം. അപ്പം അതിലൊക്കെ എന്താണ് തെറ്റുകൾ അവർക്ക് സംഭവിച്ചതായിട്ട് അവർക്ക് ഒരു മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി ഈ സമയത്ത് തെറ്റുകളൊക്കെ അവരവരുടെ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് എന്താണ് അവർക്കൊരു തെറ്റുകളൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. ഞാൻ എടുത്തത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ കർമ്മഫലമാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു ഉൾക്കാഴ്ച വരുന്നുണ്ട്. അതായത് അവർ നിങ്ങളെയും തേർഡ് പാർട്ടിയെയും കമ്പയർ ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. എനിക്ക് ഈ ഒരു കാർഡുകളിലൂടെ മനസ്സിലായത് നിങ്ങളെയും തേർഡ് പാർട്ടിയും ആ ഒരു വ്യക്തി കമ്പയർ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അപ്പം ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ബന്ധം ഒരു റീസ്റ്റാർട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തൊരു ഫീലിങ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർക്കൊരു സ്പിരിച്വൽ റീബർത്ത് സംഭവിക്കുന്നെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ആ ഒരു വ്യക്തിക്കൊരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. ആ വ്യക്തി യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു അപ്രതീക്ഷിത മാറ്റം വരുന്നുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ നിലവിലുള്ള തേർഡ് പാർട്ടി മൂലം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവർക്ക് പല ആളുകളുമായിട്ട് തെറ്റായ ബന്ധമുണ്ടാവാം, പക്ഷെ അവിടെ നിന്നൊക്കെ അവർക്കൊരു തിരിച്ചടി കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം പോയ തേർഡ് പാർട്ടിയിലും അവർക്കൊരു തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇതിന് മുമ്പ് പോയ തേർഡ് പാർട്ടിയിലും അവർക്ക് എന്താണ് സെയിം ആയിട്ടുള്ളൊരു പാറ്റേണാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മനസ്സിലാകുന്നുണ്ട് അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു ശാരീരിക സുഖം അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ഒരു സാമ്പത്തിക നേട്ടത്തിനപ്പുറത്തേക്ക് ഈ ഒരു ബന്ധത്തിന് നിലനിൽപ്പില്ല എന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയിൽ ഒരു അപ്രതീക്ഷിത മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തി ഇൻഡ്യൂഷൻ ആ ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡ്യൂട്ടീവ്ലി ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല,
ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തകർന്നു പോകും. അതായത് ഞാൻ ഇത്രയും നാളും കെട്ടിപ്പടുക്കിയ എൻ്റെ ഒരു എൻ്റെ ഒരു ഇമേജ്, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ആ ഒരു സമൂഹത്തിലുള്ള ഉയർന്ന ആ ഒരു ജീവിതം, അല്ലെങ്കിൽ എല്ലാം എനിക്ക് നഷ്ടമാകും. ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു മാറ്റം വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം അവർ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർക്ക് അതായത് ഒരു വ്യക്തിയെ പെട്ടെന്ന്, അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ മേൽ പെട്ടെന്ന് വിധി എഴുതുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആളാണ് നിങ്ങളുടെ ഹസ്ബൻഡ്. അവരതിലൊരു പശ്ചാത്തപിക്കുന്നുണ്ട്, ഈ ഒരു സമയത്ത് മാനസിക വേദനകൾ അനുഭവിക്കുന്നുണ്ട്. അവരിൽ ചില കാര്യങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഹീലിംഗ് കാർഡ്, ബോട്ടം കാർഡ്. അതാണ് ബോട്ടം ഡെക്കായിട്ട് വന്നത് ഹീലിംഗ് കാർഡാണ്. തീർച്ചയായിട്ടും അവർക്ക് ഒരു സ്പിരിച്വൽ റീബർത്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഒരു മൊത്തത്തിലൊരു ചേഞ്ചാണ് അവർക്ക് വരാൻ പോകുന്നത്. അതായത് ഒരു അബദ്ധ ധാരണകൾ ഉണ്ടായിരുന്നു, നിങ്ങളെ പെട്ടെന്ന് വിധി എഴുതുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും അതിനൊരു വില കൊടുക്കാത്തൊരു ക്യാരക്ടർ, അതിനൊരു വാല്യൂ ഇല്ലാത്തൊരിത്, അതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അല്ലായിരുന്നു കെയർ ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങളെ അവരൊട്ടും പരിഗണിക്കാതിരുന്നു എന്നൊക്കെയുള്ളൊരു ചിന്ത അവരിൽ ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അബദ്ധ ധാരണകളെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് മൊറാലിറ്റി കാർഡ്. അപ്പം നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഒരു തെറ്റായ ഒരു ഇതുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൊക്കെ അവർക്ക് ഇപ്പോൾ ഒരു വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളും ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ മുൻപ്. ഇപ്പം നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു, നിങ്ങൾ നിങ്ങളുടേതായ കാര്യം നോക്കി ജീവിക്കുന്നു. അപ്പം നേരത്തെ ഈ ഒരു മൊറാലിറ്റി കാർഡ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയും തെറ്റും എന്ന കടുത്ത ആ ഒരു ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ. അതായത് നിങ്ങളാണോ ശരി, തേർഡ് പാർട്ടിയാണോ ശരി എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല മുൻപ്. അതായത് നിങ്ങളുമായിട്ട് ജീവിച്ച ഒരുമിച്ച് താമസിച്ച ആ ഒരു സമയത്ത് അപ്പോഴും അവർ തേർഡ് പാർട്ടി ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് അപ്പം പിന്നെ അവരെന്ത് ചെയ്തു, തേർഡ് പാർട്ടിയിലേക്ക് പോയി. അതായത് തേർഡ് പാർട്ടി പുറമേ കാണിക്കുന്ന വിശുദ്ധിയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി വളരെ കെയർ ചെയ്ത് അവരെ അങ്ങേയറ്റം അങ്ങ് വിശ്വസിപ്പിച്ച് അങ്ങ് വലിയ രീതിയിൽ അങ്ങ് ഇതാക്കി ഒരു വിവേചനം നിങ്ങളോട് കാണിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു പരിഗണനയും തരാതെ തേർഡ് പാർട്ടി എന്തൊക്കെയോ മന്ത്രവിദ്യയും മായാജാലവും അവരെ സോപ്പിട്ട് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി അവരെ. അപ്പോൾ ഇവിടെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയുടെ പ്രകടനത്തിൽ ആ ഒരു വ്യക്തി വീണുപോയി. അതാണ് ഈ ഒരു മൊറാലിറ്റി കാർഡ് വന്നത്. അതിലവർക്ക് ഇപ്പോഴൊരു വിഷമമുണ്ട്. ആ ഒരു കാര്യത്തിൽ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ വിഷമമുണ്ട്. അതുപോലെ അവർ ഇപ്പോൾ അവർക്കൊരു അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു കാര്യത്തിൽ അവർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു മാനസിക വേദന ഇപ്പോൾ അവർ നിങ്ങളോട് അവർക്ക് നല്ല ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പോലും വിചാരിക്കാത്തൊരു മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ഹീലിംഗ് കാർഡ് വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നതായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് വീണ്ടും ഒരു നല്ല രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പല കാര്യങ്ങളിലും അവർക്കൊരു വ്യക്തതയില്ല. കാര്യം ഇപ്പോൾ അവർ ആ ഒരു തേർഡ് പാർട്ടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷനിലൂടെയാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ റീബർത്തിലൂടെയാണ് പോകുന്നത്. ആ ഒരു വ്യക്തിക്ക് ഒരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു സമയമാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നമുക്കിനി തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ഫീലിങ്സ് കൂടെ നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. അപ്പം എല്ലാവരും പ്രാർത്ഥിച്ച് ഒരു കാർഡ് എടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. കുറച്ച് കാർഡുകൾ എടുത്ത് നോക്കാം. തേർഡ് പാർട്ടിയിലെ സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം.
തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് കടുത്ത മാനസിക വേദനയിലൂടെയാണ് ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി റിലേഷനിൽ കടന്നു പോകുന്നത്. അവർക്ക് തേർഡ് പാർട്ടിയെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുപോലെ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞൊരു കാർഡ് നിങ്ങൾ കാണുന്നുണ്ടാവാം. കൺട്രോൾ കാർഡ്. അതായത് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിന് അനാവശ്യ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരവരുടെ യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് കാണുന്നത്. അവർ ചിരിക്കുന്ന പോലും ഇല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അത്രത്തോളം അവർ വിഷമിക്കുന്നുണ്ട്. അതുപോലെ അവർ ഒരുപാട് നിയന്ത്രിക്കുന്നുണ്ട്. അവരെ തന്നെ അവർ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ. അവരൊട്ടും ഹാപ്പിയല്ല. ഒരു അഗ്നിപർവ്വതം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ. അത് എപ്പോഴും വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവർ അത്രയ്ക്ക് വേദനയിലൂടെയാണ് കടന്നു പോകുന്ന ആ ഒരു വ്യക്തി. അത്രയ്ക്ക് മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ ജോലിക്കൊന്നും പോകുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കൊന്നും അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. ലൈഫിനെ പറ്റി ഒരു പാഷനില്ല എന്നാണ് ലേസ്നെസ് കാർഡ്. അതായത് ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ആ ഒരു ലൈഫിൽ അവർക്കിപ്പോൾ ഒരു പാഷനൊന്നുമില്ല. പണ്ടതൊക്കെ ഉണ്ടായിരുന്നു. തേർഡ് പാർട്ടിയുടെ വിശുദ്ധിയിൽ വിശ്വസിച്ച് പോയ വ്യക്തിക്കിപ്പം ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിനോട് ഒരു പാഷനും ഇല്ല. എങ്ങനെയെങ്കിലും ജീവിതം തള്ളി നീക്കുക. അതുപോലെ ഭയമുണ്ട്, അകാരണ ഭയം. കാര്യം ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി അവരെ അനാവശ്യമായി കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തേർഡ് പാർട്ടി അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അവർക്ക് മുന്നോട്ടുള്ള ജീവിക്കണം എന്ന് പോലും ആ ഒരു വ്യക്തിക്കില്ല തേർഡ് പാർട്ടിയുടെ കൂടെ. അപ്പം നിങ്ങളോട് എന്താണ് അത്രത്തോളം ഫീലിങ്സ് വരാൻ കാര്യം എന്ന് ചോദിച്ചാൽ അവർക്ക് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് മടുത്തതായിട്ട് കാണുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിക്ക്, അതായത് കർക്കശ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കണം നിങ്ങളുടെ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് അമിത അച്ചടക്കമൊക്കെ കാണിച്ചിരുന്ന ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും എന്താണ് ഒരു മാനസിക സമ്മർദ്ദവും ഭയവും ഒക്കെയാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ അടുത്താണെങ്കിൽ പറയും ചായ എടുത്തുകൊണ്ട് പാടി, അല്ലെങ്കിൽ എന്താണ് പല രീതിയിലുള്ള, ഇപ്പം ഹസ്ബൻഡാണെങ്കിൽ പറയും ഭയങ്കര ഇതായിട്ട് പറയും നിങ്ങളെ ഭയങ്കരമായിട്ട് ഭരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നായിരിക്കണം ഈ ഒരു വ്യക്തി. പക്ഷേ ഇപ്പോഴതൊക്കെ ശൂന്യമാണ്. തേർഡ് പാർട്ടിയെ ഭരിക്കാൻ ചെന്നാൽ അവർ സമ്മതിക്കുമോ? നിങ്ങളെപ്പോലെ ആകുമോ തേർഡ് പാർട്ടി? ഒരിക്കലും ഇല്ല. എടുത്ത് ചവിട്ടിക്കൂട്ടിയവർ വെളിയിലേക്ക് എറിയും. അങ്ങനത്തെ ഒരു അവസ്ഥയാണിപ്പോൾ. അതായത് അവർക്കിപ്പോൾ ജീവിതത്തിനെ പറ്റി ഒരു പാഷനില്ല എന്നാണ് കാണുന്നത്. അവർക്ക് ഭയമാണ് എല്ലാത്തിനെയും. അവർക്കൊരു ആത്മവിശ്വാസമില്ല. മാനസിക സമ്മർദ്ദം കൂടുന്നതാണ്. അവരൊട്ടും ഹാപ്പിയല്ല ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. അവർക്കൊരു ചിരിച്ചിട്ട് തന്നെ കാലങ്ങളായി നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് അകന്നു പോയതിന് ശേഷം പിന്നെ അവർ ചിരിക്കാൻ പോലും മറന്നു. അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഈ ഒരു കാര്യത്തിൽ എങ്ങനെ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. ഈ ഒരു ബന്ധം, തേർഡ് പാർട്ടി ബന്ധം, അതിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോഴത്തെ അവരുടെ കറണ്ട് എനർജിയാണ് നമ്മൾ നോക്കിയത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ കാർഡ്, വളരെ മാനസിക വേദന അനുഭവിക്കുന്ന വ്യക്തികളുടെ കാർഡാണ്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരൊട്ടും ഹാപ്പിയല്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ അത്രത്തോളം വിഷമിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു തേർഡ് പാർട്ടി. അപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് ഞാൻ ആദ്യം നോക്കിയായിരുന്നു. ഇപ്പം തേർഡ് പാർട്ടി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് അവർക്ക് ഒട്ടും താല്പര്യമില്ല. എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഒഴിഞ്ഞു പോകുന്ന തേർഡ് പാർട്ടിയല്ല. അവർക്ക് മാനസികമായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് സമയത്ത് ആ ഒരു തേർഡ് പാർട്ടി ഒരു ചീട്ടുകൊട്ടാരം, ഒരു ടവർ കാർഡ് പോലെ തകർന്നു വീഴാം. തേർഡ് പാർട്ടിയും ആ ഒരു വ്യക്തിയും ഉണ്ടാക്കിയ ആ ഒരു ബന്ധത്തിന് ഒരു ചീട്ടുകൊട്ടാരം പോലെയാണ്. ആ ഒരു ചീട്ടുകൊട്ടാരം ഈ ഒരു അവസ്ഥയിൽ പോയാൽ എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി ഇവരെ ഓവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. തേർഡ് പാർട്ടി ഇവരെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത്രത്തോളം ഒരു കൺട്രോൾ അവരിൽ കൊടുക്കുന്നുണ്ട് തേർഡ് പാർട്ടി.
നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരുപാട് കൺട്രോളൊന്നും ചെയ്യത്തൊന്നുമില്ലായിരുന്നു. ഇപ്പം അവർക്കൊരു ആത്മവിശ്വാസം ഇല്ലെന്നേ, ഒരു ഊർജ്ജസ്വലതയില്ല. പണ്ട് ഭയങ്കര ആക്റ്റീവായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു ലേസിനെസ് കാർഡ് വന്നിട്ടുണ്ട്, ഒട്ടും മാനസിക മരവിപ്പ് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി സ്വന്തം വ്യക്തിത്വം മറന്ന് ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടിക്ക് വേണ്ടി പലതും അവരങ്ങ് അംഗീകരിച്ച് കൊടുക്കുകയാണ്. പിന്നെ അവർക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. എല്ലാം അവരിപ്പോഴെല്ലാം ആ തേർഡ് പാർട്ടിക്ക് വേണ്ടി അവർക്ക് അരുതെന്ന് പറയുന്ന കാര്യങ്ങൾ വരെ അവർ ചെയ്തു കൊടുക്കുകയാണ്. അവർക്കൊരു മടിയാണ്. അവരുടെ വ്യക്തിത്വം മറന്നു വരെ അവർ തേർഡ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ലേസിനെസ് കാർഡിലൂടെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അവർ തേർഡ് പാർട്ടിയെ ഒഴിവാക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി ഒഴിവാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വരുന്നിടത്ത് വെച്ചിട്ട് കാണട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നാണ് അവരിപ്പം ചിന്തിക്കുന്നത്. അവർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം അവർക്കിപ്പം നിങ്ങളെ മതി, അവർക്ക് തേർഡ് പാർട്ടിയെ വേണ്ട, അവർക്ക് നിങ്ങളെ മതി. ഇവിടെ ഒരു ടോട്ടാലിറ്റി കാർഡുണ്ട്. ഇവിടെ ഈ ഒരു ടോട്ടാലിറ്റി കാർഡെന്ന് സൂചിപ്പിക്കുന്നത് അവർ നിങ്ങളിലേക്ക് ഇറങ്ങി വരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളിലൊരു പൂർണ്ണത വേണം അവർക്ക്, അല്ലെങ്കിൽ അവരെ പൂർണ്ണനാക്കുന്നത് നിങ്ങളാണ്, അവരുടെ ഊർജം നിങ്ങളാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ശിവനും ശക്തിയും പോലെ തീർച്ചയായിട്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ അവരെ പൂർത്തിയാക്കുന്ന നിങ്ങളാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അവർ യുക്തിയേക്കാൾ അവർ ഇൻഡ്യൂഷനിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി. കാര്യം ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയാൽ ഒന്നില്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കും. ആ ഒരു വ്യക്തി മിക്കവാറും തേർഡ് പാർട്ടിയെ ഒഴിവാക്കും. എങ്ങനെയെങ്കിലും അവർക്ക് ഒഴിവാക്കണം ആ ഒരു തേർഡ് പാർട്ടിയെ. കാര്യം അത്രത്തോളം അവർക്ക് മാനസികമായിട്ട് ആ ഒരു തേർഡ് പാർട്ടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. കാര്യം അവർക്ക് നിങ്ങളെ വേണം. കാര്യം ജീവിതത്തിലേക്ക് അവർക്ക് നിങ്ങളുടെ സ്വന്തമാക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അവർ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഏകാഗ്രമായിട്ട് ചിന്തിക്കുകയാണ്, ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുകയാണ് ഇതെങ്ങനെ ഇതിനെ മറികടക്കാം. അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ഒരു പൂർണ്ണത നിങ്ങളാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവരെ പരിപൂർണനാക്കുന്ന ഒരു വ്യക്തി നിങ്ങളാണ്. അപ്പം അത്രയ്ക്ക് ആ ഒരു വ്യക്തി വിഷമിക്കുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് തേർഡ് പാർട്ടിയെ ചവിട്ടി കൂട്ടാനുള്ള ദേഷ്യമുണ്ട്. ഈ ഒരു കാർഡ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സാണ് പറയുന്നത്. തേർഡ് പാർട്ടി അവർക്ക് ഒട്ടും ഇഷ്ടമില്ല. തേർഡ് പാർട്ടി റിലേഷനിൽ നിന്ന് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടന്നാൽ മതി. അത്രത്തോളം ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. അപ്പം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു റീഡിംഗ് ആണെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും. അപ്പോൾ തേർഡ് പാർട്ടിയോട് നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടാണ് താല്പര്യം. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി. നിങ്ങളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് അവർ ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നായിരിക്കാം, പക്ഷേ അവർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ജീവിച്ച ജീവിതത്തിന് ഒരു അർത്ഥമില്ല. അവർ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നിരിക്കണം. പക്ഷേ ഇപ്പോഴവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ഞാൻ ജീവിക്കേണ്ടിയിരുന്നത്. കാര്യം എന്നെ മാത്രം വിശ്വസിച്ചു വന്ന ഭാര്യയാണ്, അല്ലെങ്കിൽ എന്നെ മാത്രം വിശ്വസിച്ച ഒരു പ്രണയിനിയാണ്, അല്ലെങ്കിൽ എന്നെ മാത്രം വിശ്വസിച്ച ഒരു ഭർത്താവാണ്, അല്ലെങ്കിൽ എന്നെ മാത്രം വിശ്വസിച്ച ഒരു പ്രണയിതാവാണ്. അപ്പം ഇപ്പം ആരാണെങ്കിലും തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂവിനെ പറ്റി ചിന്തിക്കുന്ന ഒരു സമയമാണ്. അവരൊരു ഹെർമിറ്റ് മോഡിലാണ്, ഒരു സെൽഫ് റിഫ്ലക്ഷൻ മോഡ് എന്നൊക്കെ പറയത്തില്ലേ. കാര്യങ്ങൾ ഏകാഗ്രമായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇതിനെ മറികടക്കാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർത്തുള്ളൂ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർ വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് അവർ പെട്ടെന്ന് വരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളും ആഗ്രഹിച്ചത് അത് തന്നെയല്ലേ? തീർച്ചയായും. അതായത് കണ്ണു തുറന്ന് അവർ സത്യത്തെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട്. സാഹചര്യങ്ങളെ അവർ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുന്നുണ്ട്. അതായത് ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ ഒരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട്. അവർ സത്യത്തെ നേരിടാനായിട്ട് നിൽക്കുകയാണ്. എന്ത് പ്രശ്നം വന്നാലും അവർക്കൊരു കുഴപ്പമില്ല, നിങ്ങളെ മതി. പക്ഷെ അവർക്ക് ഭയമുണ്ട്. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി അവരെ അത്രത്തോളം ഭീഷണിപ്പെടുത്തുന്നുണ്ട്.
ആ ഒരു തേർഡ് പാർട്ടി അവരെ അത്രത്തോളം ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് കൂടുതലും. അതുപോലെ അപ്പോഴാണ് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തുടങ്ങിയത്. തേർഡ് പാർട്ടി അവരെ അത്രത്തോളം ഒരു പഞ്ചാര വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവരെ തട്ടിയെടുത്തിട്ട് ഇപ്പോഴെന്താണ് തേർഡ് പാർട്ടി നേരെ തിരിയുകയാണ് ചെയ്തത്. തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം എടുത്തു. അതായത് അവർക്ക് പരിമിതികളിൽ നിന്നുള്ളൊരു മോചനം ലഭിക്കുന്നുണ്ട്. അതായത് അവരെ ഒരു റൂമിനകത്ത് അടച്ചിട്ടൊരവസ്ഥയാണ്. അവർക്ക് ഉൾക്കൊള്ളാൻ പാടാം. കാര്യം ആ ഒരു വ്യക്തിക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ അവർ അത്രത്തോളം വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ചവിട്ടിക്കൂട്ടി വെളിയിൽ എറിയാനുള്ള ദേഷ്യമുണ്ട് അവർക്ക്. അത്രയ്ക്ക് അവർക്ക് ഇഷ്ടമില്ല തേർഡ് പാർട്ടിയുടെ അടുത്ത്. തേർഡ് പാർട്ടിയോട് അവർക്ക് അത്രത്തോളം ഒരു വിരോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവരെ ജീവിക്കാൻ പോലും അനുവദിക്കാത്തൊരു തേർഡ് പാർട്ടി. പക്ഷെ അവരങ്ങനെയൊന്നും അല്ല മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ എനിക്കിവിടുന്ന് മനസ്സിലായെന്നൊരു കാര്യം, തേർഡ് പാർട്ടി റിലേഷൻസിൽ നിന്ന് അവർ ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി റിലേഷൻസ് അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തേർഡ് പാർട്ടിയോട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല എന്നാണ് കാണുന്നത്. തേർഡ് പാർട്ടിയോട് അവർക്കൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. തേർഡ് പാർട്ടിയോട് അവർക്ക് വിരോധം മാത്രം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ നെക്സ്റ്റ് ആക്ഷനും കൂടെ നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ കുറച്ച് കാർഡും കൂടെ എടുക്കാം. നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. അടിപൊളി. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത്. കാര്യം അവർക്ക് ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ജീവിതത്തിൽ. കറേജ് കാർഡ്. അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം ഒരിക്കലും അവർക്ക് പറ്റില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെല്ലാം ഡിവൈനിൽ സറണ്ടർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അവർ കുറച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അവർ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് വരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് വരണം. കാര്യം ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ അവർക്ക് ഇപ്പോൾ ഒരു പേടിയുണ്ടെങ്കിൽ പോലും ഈ ഒരു കറേജ് കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭയമൊക്കെ അവിടെ നിൽക്കട്ടെ. അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി വേണ്ട. അവർക്ക് തേർഡ് പാർട്ടി ആവശ്യമില്ല. അതുകൊണ്ട് അവർ ആ ഒരു തേർഡ് പാർട്ടി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. കറേജ് കാർഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നാണ് പറയുന്നത്. വെല്ലുവിളിയെ നേരിടുക, മനോധൈര്യത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് കറേജ്. അതായത് ഇത്രയും നാൾ ഒരു തേർഡ് പാർട്ടിയെ പേടിച്ച് ജീവിച്ചു. ഇനി ആ ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തും വരട്ടെ, അവർക്ക് അവരായിട്ട് ജീവിച്ചാൽ മതി. തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ട് അവരുടെ വ്യക്തിത്വം തന്നെ പണയം വെച്ചിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ലവേഴ്സ് കാർഡ്, അതാണ് ബോട്ടം വന്നത്. അതായത് നല്ലൊരു ഫ്യൂച്ചർ. അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം, നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ നിങ്ങളുടെ ലവേഴ്സ് തമ്മിൽ. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും പകലും, രാത്രിക്ക് ശേഷം ഒരു പകലുണ്ട്, അല്ലെങ്കിൽ ഇരുട്ടും വെളിച്ചവും. അതെന്താണ്? പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. അതുപോലെ കാര്യങ്ങളെ അംഗീകരിക്കണമെന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ജീവിതത്തിൽ നമ്മൾ പറയുമല്ലോ, അതായത് രാത്രിക്ക് പകൽ എന്ന പോലെ ജീവിതത്തിലെ കാര്യങ്ങളെ അങ്ങനെ അംഗീകരിച്ച് മുന്നോട്ട് പോകണം. ഒരു സന്തുലിതാവസ്ഥ വരുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ബന്ധത്തിലൊരു സന്തുലിതാവസ്ഥ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സമയത്ത് ലവേഴ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു റിലേഷൻഷിപ്പൊക്കെ അവസാനിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു വ്യക്തി വരുന്നതായിട്ടാണ്. ആ ഒരു വ്യക്തിക്ക് ഒരു തിരഞ്ഞെടുപ്പും ബോധവും വരുന്നുണ്ട്. നിങ്ങളായിരുന്നു ശരിയെന്ന് അവർ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സമാധാനവും സന്തുലിതാവസ്ഥയും നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. തേർഡ് പാർട്ടിയെ കളഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു വെല്ലുവിളിയെ നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുക. കാര്യം അവർക്കറിയാം
അവർ പ്രപഞ്ചശക്തിയെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് റിബൽ കാർഡ്. ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഭയരഹിതമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഈഗോ ഇല്ലാതെ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം എന്നത് രണ്ട് ആത്മാക്കൾ ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്നതാണെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അവിടെ ഒരു ഈഗോയ്ക്ക് സ്ഥാനമില്ല. അതായത് അവരുടെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളും തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പൂർണ്ണത ലഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞു, അവരുടെ മാനസിക സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി അവർ ആ ഒരു തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവർക്ക് നിങ്ങളോട് അത്രത്തോളം ഒരു ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്, ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് അവർക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇതൊരു വലിയ റീഡിംഗ് ആണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടാക്കുക. അതുപോലെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണണേ. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവിധ നന്മകളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ നന്ദി, നമസ്കാരം. അപ്പോൾ ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, അതായത് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ താഴെ മെസ്സേജാക്കി ഇടണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്കും അറിയാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ റീഡിംഗ് ഒക്കെ എല്ലാവരും കാണുക. നിങ്ങളുടെ അനുഭവങ്ങൾ മുൻനിർത്തിയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കുറച്ച് ലെങ്തി വീഡിയോ ആണ് ഇട്ടത് ഇന്ന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കുറച്ച് ക്ലാരിറ്റി വരണമെന്ന് കരുതി നിങ്ങളുടെ ബന്ധത്തിൽ. അതുകൊണ്ടാണ് വീഡിയോസ് ഇച്ചിരി ലെന്ത് കൂടിപ്പോയി. മുഴുവൻ കാണുക, സ്കിപ്പ് ചെയ്യാതെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.